മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു റൂമറാണ് ജിസേൽ ബിഗ് ബോസ് സീസൺ 7-ൽ നിന്നും ക്വിറ്റ് ചെയ്തു. ജിസേലിൻ്റെ ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായി എന്നൊക്കെ ആ ഒരു അപ്ഡേഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ലൈവിൽ ഇപ്പോൾ ബിഗ് ബോസ് ജിസേലിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, ജിസേൽ ഒരു ദുഃഖവാർത്തയുണ്ട്, നിങ്ങളുടെ അമ്മയുടെ സഹോദരി മരണപ്പെട്ടിരിക്കുകയാണ് എന്ന്. അത് കേട്ടതും ജിസേൽ പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് ജിസേൽ പറയുന്നുണ്ട്, ആൻറ്റി എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്, എന്നെ വളർത്തിയത് ആൻറ്റിയാണ്, അവസാനം ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ജിസേൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് ആൻറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, എന്തോ ബെഡ് റെസ്റ്റ് ഒക്കെ ആയിരുന്നു 1-2 വർഷമായിട്ട്. ജിസേൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കണം, എൻ്റെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല, എൻ്റെ അമ്മയ്ക്ക് BP ഉള്ളതാണ്, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, അമ്മയ്ക്ക് വെപ്രാളമുണ്ട്, ഞാനുണ്ടായിരുന്നെങ്കിൽ എല്ലാം ചെയ്യുമായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് കോള് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ കോള് കണക്റ്റ് ആവുന്നുണ്ട്. എന്നാൽ ജിസേലിന് അമ്മയോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. വേറെ ഏതൊരു കസിനോടാണ് സംസാരിക്കുന്നത്. കസിൻ പറയുന്നുണ്ട്, അമ്മ ഓക്കെ ആണ്, ഇവിടെ എല്ലാം ശരിയാണ്, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ജിസേൽ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ആരുമില്ല, എൻ്റെ വീട്ടിൽ ആരുമില്ല, അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് പറയുന്നുണ്ട്, അവിടെ എല്ലാവരുമുണ്ട്, എല്ലാവരും നോക്കിക്കോളും, ടെൻഷൻ അടിക്കണ്ട, എന്തെങ്കിലും അർജൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഉറപ്പായും ജിസേലിനെ അറിയിക്കാമെന്നും പറയുന്നുണ്ട്. എങ്കിലും ജിസേൽ പലതവണ ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കണം, അമ്മയോടൊന്ന് ഞാൻ സംസാരിച്ചാൽ അമ്മ ഓക്കെ ആകുമെന്ന് ജിസേൽ പറയുന്നുണ്ട്. പക്ഷേ എന്തോ കോള് കണക്റ്റ് ആവുന്നില്ല. ജിസേൽ എന്നിട്ട് പറയുന്നത്, ആൻറ്റിയുടെ കാല് തൊട്ട് തൊഴണം, ആൻറ്റിയാണ് എന്നെ വളർത്തിയത്, ആൻറ്റീനെ അവസാനമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല, അവസാന നിമിഷം ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവും, കാരണം ഒരു 1-2 വർഷമായിട്ട് ആൻറ്റി ബെഡ് റെസ്റ്റിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് ജിസേലിനോട് ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് സഹായത്തിനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും വിളിക്കണമെന്ന്. പക്ഷേ നോ പറയുന്നുണ്ട് ജിസേൽ. എന്നിട്ട് ജിസേൽ പൊട്ടിക്കരഞ്ഞ് ഉള്ളിലുള്ള സങ്കടം മൊത്തം കരഞ്ഞു തീർക്കുന്നുണ്ട്. എന്നിട്ട് ജിസേൽ പറയുന്നത്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ 2 ദിവസമായിട്ട് എന്തോ ടെൻഷനും നെഞ്ചിരിപ്പൊക്കെ കൂടുതലായിരുന്നു, എന്തോ നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി, ഇപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു, അതുകൊണ്ടാണ് ബിഗ് ബോസ് എന്നെ വിളിപ്പിച്ചപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു എന്ന് ജിസേൽ. എന്നിട്ട് ബിഗ് ബോസിൻ്റെ അനുവാദം വാങ്ങി കൺഫെഷൻ റൂമിൽ നിന്നിറങ്ങി കോറിഡോറിൽ പോയിരുന്നും പൊട്ടിക്കരയുന്നുണ്ട്. ജിസേലിന് ഈ ദുഃഖവാർത്ത താങ്ങാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും മരണപ്പെട്ട് കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ബിഗ് ബോസ് ജിസേലിനെ അറിയിച്ചിരിക്കുന്നത്. ഇനി ജിസേൽ ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ ചെന്നാലും അവസാനമായി ആൻറ്റിനെ ഒന്ന് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ ക്വിറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അമ്മയോടൊന്ന് സംസാരിക്കണം, അമ്മയൊന്ന് ഓക്കെ ആക്കണമെന്നാണ് ബിഗ് ബോസിനോട് ജിസേൽ ഇതുവരെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്വിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ജിസേൽ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ജിസേൽ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ജിസേലിന് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ സങ്കടം സഹിക്കാനുള്ള സഹനശക്തി ജിസേലിന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജിസേലിൻ്റെ ആൻറ്റിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.